നമസ്തേ, ഓം ശക്തി. യാഗയജ്ഞാദികളുടെ പ്രസക്തി അല്ലെങ്കിൽ അഗ്നികർമ്മങ്ങളുടെ പ്രസക്തി. യാഗം അല്ലെങ്കിൽ യജ്ഞം എന്നൊക്കെ പറയുമ്പോൾ അത് തീർത്തും സ്വാർത്ഥത ഇല്ലാത്ത കർമ്മങ്ങളെയാണ് യജ്ഞങ്ങൾ എന്ന് പറയുന്നത്. യാഗങ്ങളും യജ്ഞങ്ങളും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടല്ല നടത്തുന്നത്. അത് പൊതുജന നന്മയ്ക്കും പ്രകൃതി സംരക്ഷണത്തിനും എല്ലാം വേണ്ടിയിട്ടാണ് നടത്തുന്നത്. പൊതുജന നന്മ എന്ന് പറയുമ്പോൾ ഓരോ ജനത്തിനെയും ബാധിക്കുന്ന എല്ലാം അതിൽ പെടും. അഗ്നികർമ്മങ്ങൾ, അഗ്നിയാണ് ഓരോ ജീവനെയും മുന്നോട്ട് നയിക്കുന്നത്. അഗ്നി കസ്മാത് അഗ്നി അഗ്രണീ ഭവതി, അഗ്നിയാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത്. പിന്നെ നമുക്ക് അഗ്നിയെ പറ്റി പറയുന്ന സമയത്ത് അഗ്നി മൂർധ, അഗ്നിയാണ് മൂർധാവ്. പിന്നെ പറയുന്നു അഗ്നേനയ സുപഥാരായേ അസ്മാൻ, അല്ലയോ അഗ്നെ ഞങ്ങളെ നല്ല വഴിയിലൂടെ നയിച്ചാലും എന്ന് പറയുന്നു. അപ്പോൾ അഗ്നികർമ്മങ്ങൾ എന്നത് ഭഗവാനുമായിട്ട് നേരിട്ടുള്ള സംബന്ധമാണ്. പൂജാദികൾ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭഗവാനും നമ്മുടെയും ഇടയിൽ ഒരു മീഡിയേറ്റർ ഉണ്ടാവും. ഇത് അഗ്നികർമ്മം എന്ന് പറയുമ്പോൾ നേരിട്ടുള്ള കർമ്മമാണ്. അഗ്നിക്ക് 2 പേരാണ് പ്രധാനമായിട്ടുള്ളത്, അഗ്നി എന്നും വഹ്നി എന്നും. നമ്മുടെ പ്രാർത്ഥനകൾ, ഇപ്പം നമ്മൾ പരമശിവനുള്ള പ്രാർത്ഥന അഗ്നിയിലേക്ക് സമർപ്പിക്കുന്ന സമയത്ത് അഗ്നി അത് വാങ്ങിക്കുന്നു നമ്മുടെ കയ്യിൽ നിന്ന്. അതെങ്ങനെ? അഗ്നിയായിട്ട് വാങ്ങുന്നു. പിന്നെ പരമശിവനിലേക്ക് അത് വഹിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ അതിന് വഹിനി എന്ന പേര്. അങ്ങനെ അഗ്നിക്ക് പ്രധാനമായിട്ട് 2 പേര്. 1000-ലധികം സഹസ്രനാമങ്ങൾ ഉണ്ടെങ്കിലും പ്രത്യേകമായിട്ട് ഈ 2 പേരിലാണ് അഗ്നി അറിയപ്പെടുന്നത്, അഗ്നി എന്നും വഹിനി എന്നും.